ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ കൊറോണയ്ക്ക് മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത് പുതിയ വീഡിയോ, കാരണം പഴയ വീഡിയോസ് എല്ലാം ക്രിഞ്ച് ആയതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് ചാനലിലെ പുതിയ വീഡിയോ. അപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒരു വീഡിയോ ഇടുന്നു, അത്രേ ഉള്ളൂ. ഇത് കണ്ട എൻ്റെ പുതിയ മാസ്ക് കണ്ണക്കട. അപ്പോൾ ഫേസ് റിവീൽ ചെയ്യല്ലേ. 3, 2, 1. വെയിറ്റ്. അതിന് മറ്റേ ടൂണുണ്ട്. ആ ടൂൺ. ഫേസ് റിവീൽ 1, 2, 3. അയ്യോ, ഇതിനകത്ത് ഇരിക്കുമ്പോ ചൂടെടുത്ത് മരിക്കും ഞാൻ. അമ്മ ഒരു ചൂടാ, സാധനം കൊള്ളല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇനി തൊട്ട് ഞാൻ ഗെയിം കളിക്കത്തില്ല, കാരണം എനിക്ക് ഫോണില്ല. എനിക്ക് ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ ഗെയിം കളിക്കത്തില്ല. എൻ്റെ ഐഫോൺ ഡിസ്പ്ലേ അടിച്ചു പോയതല്ല, അപ്ഡേറ്റ് ചെയ്തപ്പോൾ പോയി, ഗ്രീൻ ഡിസ്പ്ലേ ആയി. ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാം, വെയിറ്റ്. അപ്പോൾ ന്യൂ ഐഫോൺ, ഓക്കെ, മൈ ന്യൂ ഐഫോൺ. ലൈറ്റിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഇതൊരുമാതിരി മഞ്ഞിച്ചിരിക്കും. കൊള്ളാം, അത് മറ്റേത് തന്നെ മതി. ഇതല്ല, ഇത് അൺബോക്സിങ് ഐഫോൺ. മൈ ന്യൂ ഐഫോൺ. വർക്കാവത്തില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇത് ഓണായാലും ഇത് ഗ്രീൻ ഡിസ്പ്ലേയിലാണ് കിടക്കുന്നത്. സ്റ്റിക്കറൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ട്, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. 100 രൂപയ്ക്ക് ഞാൻ സ്റ്റിക്കർ തരും. ഓക്കെ, ദിസ് ഈസ് ബിസിനസ്. കണ്ട പോയി. 7,500 രൂപ ആവും ഡിസ്പ്ലേ മാറ്റാതെ ശരിയാക്കാൻ. ഫേക്ക് ഡിസ്പ്ലേ വെക്കണമെങ്കിൽ 10,000 രൂപ. ഒറിജിനൽ ഡിസ്പ്ലേ ആണെങ്കിൽ 20,000 രൂപ. പോക്കറ്റ് കീറുന്ന പണിയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത ന്യൂ പ്രൊഡക്റ്റ് കാണിച്ചു. ഇത് ഓൾഡ് പ്രൊഡക്റ്റ്. നൈക്ക് അൺബോക്സിങ് കാണിക്കാം. എൻ്റെ മുഖം സെറ്റ് ഷൂ. എൻ്റെ പേര് നൈക്ക് വെനം. നൈക്ക് വെനം എന്നാണ് അതിൻ്റെ പേര്. ഇതോടെ എക്സ്ട്രാ ഒരു ലേസും കിട്ടിയ ഒരു കീ ചെയിൻ. 3,000 രൂപയായി. 3,000 രൂപയ്ക്ക് കീ ചെയിനും 10 രൂപയുടെ ലേസും. നല്ലതാ. നല്ല ഞാൻ സെറ്റ് സാധനം. അത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റും. ഇനി എന്തോ കാണിക്കാനുള്ള പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ഉടുപ്പ്. കൊള്ളാമോ? പിന്നെ പ്രത്യേകിച്ച് പുതിയ സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് ഞാൻ ആലോചിക്കട്ടെ. കിട്ടി. ഞാൻ ഉണ്ടാക്കിയൊരു സാധനമുണ്ട്, നിങ്ങളത് കാണാം. വലിയ രസമൊന്നും ഇല്ലാത്തൊരു സാധനമാണ്.
സാധനം ഞാൻ ഉണ്ടാക്കാതിരുന്നത് ഞാൻ എടുത്തിട്ട് പറഞ്ഞുതരാം ഗൈസ്. സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിക്കാം. ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ പറ്റിയില്ല. അയ്യോ, ചെറുതായിട്ട് കണ്ടെന്ന് തോന്നുന്നു. അയ്യോ വീഴല്ലേ, കണ്ടോ ഗൈസ്, നശിപ്പിച്ച്. എല്ലാം പോയി. ഇത് കണ്ട, മറ്റേ ഗ്യാരേജ് കണക്കൊരു സാധനം ഉണ്ടാക്കിയതാ. ഇത് വേസ്റ്റ് ബിൻ ഉണ്ട, ഇത് വേസ്റ്റ് ബിൻ. ഇതെന്തോ ഒരു ക്യാൻ. ഞാൻ വെറുതെ ഒരു മറ്റേ എന്തോ വയറിങ്ങിൻ്റെ ഫാന് ഫിറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലേ, അതിൻ്റെ വയറൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് കണക്കൊരു ക്യാൻ കണക്കാക്കി. സ്റ്റിക്കറൊക്കെ എൻ്റെ തട്ടിക്കൂട്ട് മറ്റേ ഗ്രാഫിക്സിൽ നിന്നൊക്കെ എടുത്ത് ഒട്ടിച്ച്. ഇത് കണ്ടോ ഈ ബൈക്ക്, ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 500 രൂപയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില 1500. ആമസോണിൽ നിന്ന് വില കയറുന്ന കയറ്റവരെ. സെറ്റ് സാധനമാണ് ബൈക്ക്. ഇതിൻ്റെ ഒരു കൈ കണ്ടോ ഒടിഞ്ഞു പോയി. ഇത് ഞാൻ വിചാരിച്ച കണക്ക് ഉണ്ടാക്കാൻ പറ്റാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന കാർഡ്ബോർഡ് മറ്റേ ഫിഷ് ടാങ്കിൻ്റെ മണ്ട വയ്ക്കുന്ന അടപ്പുണ്ടല്ലേ, മണ്ടയിൽ വയ്ക്കുന്ന ഗ്ലാസിൻ്റെ ആ സാധനം ഉണ്ടായിരുന്നു ഇവിടെ പഴയത് കിടന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കായിരുന്നു മറ്റേ ഫോം ഷീറ്റോ അങ്ങനെ കണ്ടൊരു സാധനം ഉണ്ടല്ലോ, ഒരു വൈറ്റ് കളർ, അതുകൊണ്ടാണ് ഉണ്ടാക്കായിരുന്നു. അതാകുമ്പോൾ നല്ല സെറ്റ് സാധനം, പെട്ടെന്ന് പോത്തൊന്നുമില്ല. ഇത് ഞാൻ കാർഡ്ബോർഡും ഫിഷ് ടാങ്കിൻ്റെ സാധനം. പിന്നെന്തുവാന്ന് അടുത്ത ആലോചിക്കട്ടെ. ഹലോ ഗൈസ്, ഇപ്പോൾ പുതിയ പ്രൊഡക്റ്റ് കിട്ടി. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഒരു കഥ ഉണ്ടായിരുന്നു. ആ കഥ ഞാൻ പറയാം. എൻ്റെ അപ്പയുടെ വീട്ടിൽ പോയപ്പം അവിടെ ഉത്സവമായിരുന്നു. എൻ്റെ തൊട്ട് വീട്ടിൻ്റെ അടുത്ത് അവിടെ ഉത്സവമായിരുന്നു. അവിടുത്തെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടുത്തെ ഉത്സവമായപ്പോൾ ഞാൻ അപ്പയുടെ വീട്ടിൽ പോയി. അങ്ങനെ അതുവഴി പോയപ്പോൾ ഒരു മാമൻ, ഈ സാധനമാണ് പ്രൊഡക്റ്റ്, ലൈറ്റ് കത്തും. ഇത് ഇപ്പം ഈ ലൈറ്റ് വെച്ചുകൊണ്ട് കാണാത്ത ഒരു ബംഗാളി മാമൻ ഈ കണ്ണാടിയും വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ സെറ്റ് സാധനം. അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചു. ആദ്യം വാങ്ങിച്ചൊരു റെഡ് കളർ, ഇതിൻ്റെ റെഡ് കളർ. അത് വാങ്ങിച്ചിട്ട് ലൈറ്റ് കത്തുന്നില്ല സാധനം. വാങ്ങിച്ചു ഞാൻ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം സ്വിച്ച് ഞെക്കുക. ഇവിടെ സ്വിച്ച് കിട്ടിയിട്ട് ലൈറ്റ് കത്തുന്നില്ല. പിന്നെ ആ മാമ അങ്ങ് പോയി, കുറേ ദൂരം പോയി. പുറകെ ഓടി ചെന്നിട്ട് അവസാനം ഇത് കിട്ടി. ലൈറ്റ് കത്തുന്നില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇപ്പം കാണിച്ചു തരാം. 3, 2, 1. എങ്ങനെയുണ്ട് സാധനം? പൊളിയല്ലേ? നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ വയ്ക്കാൻ പറ്റിയ സാധനം ഇല്ലേ? കണ്ണ് വേനും പക്ഷേ വെച്ചുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യപ്പോൾ അടുത്ത വീഡിയോ ഇച്ചിരി ഞാൻ കണ്ടൻറ്റ് തപ്പിപ്പിടിച്ചുകൊണ്ട് വരാം. കണ്ടൻറ്റ് തപ്പിക്കൊണ്ട് വന്നിട്ട് ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, സെറ്റ്. നിങ്ങൾ കുറച്ച് സപ്പോർട്ടും കൂടെ ചെയ്താലേ എനിക്ക് വീഡിയോ ഇടാം. ഓക്കെ, ഇപ്പം കമൻറ്റ് ബോക്സിലൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇടണം. പിന്നെന്തോ പ്രത്യേകിച്ചൊന്നുമില്ല. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.